ഒരു കൂട്ടത്തിൽ ഒരാളെ ഭൂരിഭാഗം പേരും അനുകൂലിക്കുമ്പോൾ അയാൾ ചെയ്യുന്ന കാര്യം തെറ്റാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ തന്റെ ഇടമുള്ള ഒരാളുണ്ടായാൽ അയാളെ കുറിച്ച് നിങ്ങൾ എന്ത് കരുതും? അങ്ങനെ ഒരാൾ മഹാഭാരതത്തിലുണ്ടായിരുന്നു. അയാളുടെ പേരാണ് വിതുരൻ. ഹസ്തിനപുരത്ത് അധികാരം പലരുടെയും കൈകളിലായിട്ട് സുശക്തമായിരുന്നു. പലരും പലതരത്തിൽ ഹസ്തിനപുരത്തിന്റെ അധികാരം കൈയാളുകയും ചെയ്തിരുന്നു. എന്നാൽ അവർക്കിടയിൽ സത്യം തിരിച്ചറിഞ്ഞ് ഉള്ളത് പറയുവാൻ മനസ്സ് കാണിച്ച, ധൈര്യം കാണിച്ച ഒരേ ഒരാൾ വിതുരരായിരുന്നു. ചൂതുകളിയിലെ അപകടം മനസ്സിലാക്കി ആദ്യമേ മുന്നറിയിപ്പ് ചെയ്ത ഒരേ ഒരാൾ വിതുരരായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇനി ഇതിഹാസത്തിൽ നിന്നിറങ്ങി നമ്മുടെ കാലത്തിലേക്ക് വന്നാലും നമുക്ക് ചുറ്റും ഇപ്പോഴും അധികാരം കൈയാളുന്ന ആൾക്കാരുണ്ട്. നമ്മളെ ഭരിക്കുന്നവർ, നമ്മൾ ഭരിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയുണ്ട്. ഇതിൽ ഒരു തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ മടി കാണിക്കുന്ന എത്ര പേരുണ്ട്? അതുപോട്ടെ, നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ അത് സമ്മതിച്ചു കൊടുക്കും. നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യരുണ്ട്. കുട്ടികൾ തെറ്റ് ചെയ്താൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന അധ്യാപകരുണ്ട്. കൂട്ടുകാർ തെറ്റ് ചെയ്താൽ ആ കൂട്ടത്തിൽ ഒരുവനെങ്കിലും ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് തെറ്റാണെന്ന് പറയുന്നവരുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മളെ ഭരിക്കുന്നവർ, അധികാരികൾ തെറ്റ് ചെയ്താൽ നിവർന്നു നിന്ന് ചോദ്യം ചോദിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. പക്ഷെ പ്രശ്നം ഇതൊന്നുമല്ല. ഇത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആളിനെ എതിരാളിയാക്കി, ശത്രുവാക്കി പുറത്തു നിർത്തുക എന്നുള്ളതാണ് അന്നത്തെയും ഇന്നത്തെയും പ്രധാന രാജതന്ത്രം. ഒരാൾ നേതാവായി വളരുമ്പോൾ അയാൾക്ക് ചുറ്റും ധാരാളം ആൾക്കാർ കൂടിച്ചേരാറുണ്ട്. ആ കൂട്ടത്തിൽ നിരന്തരം നേതാവിനെ പുകഴ്ത്തി പറയുന്നവരായിരിക്കും കൂടുതലായിട്ടുള്ളത്. എന്നാൽ അക്കൂട്ടത്തിൽ ഒരുവനുണ്ടാവും നേതാവിന്റെ തെറ്റുകൾ കൃത്യമായി മനസ്സിലാക്കി നേതാവിന് മുന്നറിയിപ്പ് നൽകുന്ന ഒരാൾ. പക്ഷെ നേതാവോ, നേതാവിന്റെ ചുറ്റും വലയം ചെയ്തിരിക്കുന്ന മറ്റുള്ളവരോ ഈ പറയുന്നവന്റെ വാക്കുകളൊന്നും കേൾക്കണമെന്നില്ല. അവനെ എതിരാളിയാക്കി നേതാവിൽ നിന്നും അകറ്റി നേതാവിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് കൂടെയുള്ളവർ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വിമർശിക്കുന്നവനെ ശത്രുവായി കണ്ട് നേതാവ് അവനെ പുറന്തള്ളുകയും ചെയ്യും. നമുക്ക് ചുറ്റുമുള്ള വിതുരന്മാരെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അത് തിരിച്ചറിയാതെ മുന്നോട്ട് പോയാൽ നമ്മൾ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. കഥ പഴയതാണ്, പക്ഷെ ചോദ്യം പുതിയതാണ്.